ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇത് കന്യാകുമാരി ബീച്ചാണ് കേട്ടോ. ഇത് നമ്മളവിടെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. രാവിലെ രാവിലെ നമ്മൾ കന്യാകുമാരി ദേവിയെ തൊഴുതു, എന്നിട്ട് സൺറൈസും കൂടെ കാണാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത് നമ്മൾ കന്യാകുമാരിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈവനിങ് അവിടെ എത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൺസെറ്റും കാണാം, സൺറൈസും കാണാം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസൊക്കെ അവൈലബിൾ ആണ്. ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. ഇപ്പുറത്തുള്ളത് തിരുവുള്ളവർ സ്റ്റാച്യു. അതിലേക്ക് നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റും. ബോട്ടിങ് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അത് 4 മണി, വൈകുന്നേരം 4 മണിയാകുമ്പോൾ ബോട്ടിങ് നിർത്തിവെക്കും. പിന്നെ രാവിലെ 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി തിരമാലകൾ കൂടുതലാണല്ലോ കടലിൽ. അപ്പം വെള്ളം അധികമായതുകൊണ്ട് ബോട്ടിങ് അനുവദനീയമല്ല. ഇവരെല്ലാവരും രാവിലത്തെ ആ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. ശരിക്കും ഇതിനാണ് എല്ലാവരും ഈ ഉദയം, ഈ അസ്തമയം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും കന്യാകുമാരിയിലേക്ക് വരുന്നത്. ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ആ വിവേകാനന്ദ പാറ അതിലേക്ക് ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്, തിരുവുള്ളവർ സ്റ്റാച്യു ഉണ്ട്. ആ അമ്പലം ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. നല്ല വെയിലാട്ടോ അവിടെ, ഭയങ്കര വെയിലാണ്. പിന്നെ ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹരമൊന്നും അല്ലല്ലോ. പിന്നെ ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ദേവി കന്യാകുമാരി അമ്പലം. ദേവിയുടെ കിഴക്കേ നടയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അവിടെ പോയി ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക്, നല്ല തിരക്കുണ്ട്, വരി നിൽക്കണം, എന്നാലാണ് നമുക്ക് ഈ ബോട്ടിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ. അവിടെ എല്ലാം പോയി കണ്ട് ആസ്വദിച്ച് പിന്നെ നമ്മുടെ കടലിൻ്റെ ഭംഗിയെല്ലാം കുറച്ച് നേരം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒത്തിരി നടുക്കോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഇരിക്കാനും, നല്ല എല്ലാവരും ഉണ്ടാവുമല്ലോ നമ്മുടെ കൂടെ, കുറേ ആൾക്കാരായിട്ടായിരിക്കുമല്ലോ നമ്മൾ പോവുക. അപ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനത്തെ ഒരു ട്രിപ്പാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും ആസ്വദിക്കാൻ പറ്റും. അവിടെ രാവിലത്തെ സൺസെറ്റിന് വേണ്ടി ആൾക്കാർ, ഞങ്ങൾ ദേവിയെ തൊഴുതിട്ട് നേരെ വന്ന് നിൽക്കുക കേട്ടോ. സൺസെറ്റും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ദേവിയാണ്, ദേവിയുടെ മതിൽക്കെട്ടാണ് കാണുന്നത്. പിന്നെ ഇത് രാത്രി സമയമാണ്. മൊത്തത്തിൽ ആകാശവും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു നല്ലൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷം അല്ലേ. പിന്നെ അവിടെ നിറയെ കച്ചവടക്കാർ വരും കേട്ടോ, ഓരോ മാലകൾ, ഫോട്ടോസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് ഞങ്ങൾ രാത്രി ചെന്ന് കഴിഞ്ഞതിന് ശേഷം സൺസെറ്റ് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങളവിടെ ആ ബീച്ചിൽ അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ടല്ലോ. അപ്പം നല്ല കാറ്റ്, കടലിൻ്റെ തീരമല്ലേ, നല്ല രസമുണ്ട്. അതും രാത്രി സമയം. കുറച്ച് പേര് കടലിലേക്കൊക്കെ ഇറങ്ങി അരികത്തൊക്കെ ഒന്ന് നിൽക്കുന്നൊക്കെയുണ്ട്. ഞങ്ങളവിടെ ജസ്റ്റ് ഇരുന്നു. ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഒന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ആ രാത്രി 10 മണിയൊക്കെ ആയി. ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് നടക്കാൻ പോയി. അങ്ങനെ നടന്നു. പിന്നെ അവിടെയുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അവിടെ ഫുള്ളും ഡ്രസ് മെറ്റീരിയൽസ്, ഡ്രസ്സ്, പിന്നെ ബാഗ്സ്, ചെരുപ്പ്, അങ്ങനെ എല്ലാതും നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. നല്ല രസമാണ് കേട്ടോ. പിന്നെ വഴികൾ ഇഷ്ടംപോലെ, ചെറിയ ചെറിയ വഴികളെല്ലാം കണക്റ്റഡ് ആയിട്ട്. ഓക്കെ, താങ്ക് യു.